പേര്? എൻ്റെ പേര് സിജോ മാത്യു. എവിടെ വീട്? ഞാൻ താമസിക്കുന്നത് പാറപ്പുഴ താമസിക്കുന്നത്. എന്ത് വർക്ക് ഇപ്പം? ചാനലാണ് മെയിനായിട്ട്. ഏത് ഇടവകയാ? ഞാൻ RCC റോമൻ കത്തോലിക്ക. നിങ്ങളുടെ ഇടവക ഏതാ? ഞാൻ പാറപ്പുഴ ഇടവകയാ. ഈ ഇടവകയിലെ വികാരിയച്ചന്മാരുടെ നിസ്സഹകരണം ഷൈനിക്കില്ലായിരുന്നു തോന്നുന്നുണ്ടോ? തേടി അലഞ്ഞതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരാളാണ് ഷൈനി. ഷൈനി ഒരു പരിധിവരെ ജോലി തേടി പല ഹോസ്പിറ്റലിൽ കൂടെയും പോയി, 12ഓളം ഹോസ്പിറ്റലിൽ കൂടെ പോയി. പക്ഷേ ഒരു ബോൺ ബേബീനെ നോക്കാനെങ്കിലുള്ള ഒരു ഹെൽപ്പ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുമായിരുന്നു. പുതുതായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വിടുന്ന പിള്ളേരെ കെയർ ചെയ്യാനായിട്ട്. അതിന് വലിയ അറിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് ആർക്കും അറിയാം, ആർക്കും ഒരു കൊച്ചിനെ കൂട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്നൊരു സപ്പോർട്ടായിട്ട് ആ ഹോസ്പിറ്റലിൽ ആ ഒരു നേഴ്സിൻ്റെ ഒരു പരിചരണത്തോടു കൂടി, ആ ഒരു ലെവലോട് കൂടി അവിടെ ഒരു അങ്ങനെ ജോലി കൊടുക്കുമായിരുന്നു തന്നെ ഷൈനിക്ക് നിലനിന്ന് പോയേനെ. അവൾ ആഗ്രഹിച്ച് ആ പിള്ളേർക്ക് വേണ്ടി നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള സാമ്പത്തികമായിട്ട് അവർക്ക് ഒന്നും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു BC നേഴ്സ് 4-5 വാഴക്കൊലയായിട്ട് MC റോഡെ കൈ ഉയർത്തിപ്പിടിച്ച്, അതായത് ബാക്കിൽ 2 കൊലയും വെച്ച് അതിൻ്റെ പുറകിൽ കൊച്ചിനും വെച്ചുകൊണ്ട് MC റോഡെ പോകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇത്രയും BC നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ 4.5 വർഷം അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയൊക്കെ പഠിച്ചിട്ട് ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് എനിക്കൊരു ജോലി കിട്ടാതെ വല്ലാതെ അലഞ്ഞ്, എന്താണെങ്കിലും വളരെയധികം ചുങ്കത്ത് ചേരിയിൽ വലിയ പറമ്പിൽ വീട്ടിലെ പെങ്കൊച്ച് വളരെയധികം കിടന്ന് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ഞാൻ ഹാർഡ് ഫാർമർ എന്ന ചാനലാണ് എൻ്റെ. ഞാനിപ്പോൾ 5 കൊല്ലമായിട്ട് കോവിഡിന്റെ കാലഘട്ടം തുടങ്ങിയപ്പോഴാണ് ഞാൻ ചാനലുമായിട്ട് വിടുന്നത്. കൂടുതലും ജനോപകാരപ്രദമായ കാര്യങ്ങളാണ്, ജനങ്ങളിലേക്കാണ്, ഗ്രാസ് റൂട്ടിലാണ് നമ്മുടെ സഞ്ചാരം. അപ്പോൾ ആ വയനാട്ടിൽ ഉരുൾ പൊട്ടിയപ്പോൾ ആണെങ്കിൽ ഞാനിട്ട വാർത്തകളാണ് ജനങ്ങളിലേക്ക് മൊത്തം എത്തിയത്. അപ്പോൾ ഹാർഡ് ഫാർമർ എന്ന ചാനൽ എല്ലാവർക്കും അറിയാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവിടെ പോയി അവരുമായിട്ട് അന്നത്തെ ഈ പള്ളിയിൽ കുർബാനയായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരെല്ലാം ഇത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തന്നു. അപ്പോൾ അതിൽ നിന്നും നല്ലൊരു ആൾ ആണ് ഈ ലിസ് ചേച്ചി എന്ന് മനസ്സിലായി. ലിസ് ചേച്ചി ഷൈനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ലിസി എന്ന് പറഞ്ഞ ചേച്ചി. ഈ ലിസ് ചേച്ചിയുടെ ഇന്റർവ്യൂ ആണ് ഞാൻ അന്ന് എടുത്തത്. ലിസ് ചേച്ചി ഇവിടുന്ന് കുറച്ച് അപ്പുറമേ ഉള്ളൂ, ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറേ താമസിക്കുന്നത്. ആ ചേച്ചിയാണ് ജനങ്ങളോടായിട്ടുള്ള കാര്യങ്ങൾ, ഷൈനിയുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പീഡന കഥകൾ ജനങ്ങളോടായിട്ട് പറഞ്ഞത്. ഏകദേശം ഒരു 7 ലക്ഷം പേരെടുത്ത് അന്ന് ആ വീഡിയോ കണ്ടു. ജനങ്ങളുടെ വികാരങ്ങളായിട്ട് പ്രകടിപ്പിച്ചു തുടങ്ങിയായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് 6 ലക്ഷം എടുത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുള്ള കമൻറ്റുകളായിരുന്നു കൂടുതലും. ഇത് ശരിയായിട്ടും ഷൈനി ഒരു ഹാർഡ് ഫാർമർ ആയിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇതിനെക്കുറിച്ചാണെങ്കിൽ കൂടുതലും ഈ വാർത്തകൾ ഇപ്പം ഞാൻ തന്നെ ഒരു 10-15ഓളം വീഡിയോകൾ ഇവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു അവസ്ഥ മറ്റുള്ളവർക്ക്, അതായത് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ മരിച്ചുപോയി എങ്കിൽ തന്നെ നമ്മൾ ഈ വാർത്തകളുമായിട്ട് വീണ്ടും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊരു മോട്ടിവേഷനാണ്. ഇതിനോടകം തന്നെ ഒരാൾ അന്ന് രാത്രി 12 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനും എൻ്റെ മോളോടെ റെയിൽവേ ട്രാക്കിൽ നിൽക്കുവാണ്. അതായത് ഒരു 18 വയസ്സുള്ള മോളും ഞാനവിടെ റെയിൽവേ ട്രാക്കിൽ നിൽക്കുവാണ്. ഇനി വന്ന ട്രെയിന് ഞാൻ മരിക്കാനായിട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എവിടുന്നാണ് വിളിക്കുന്നത്? ബോംബെ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ചേച്ചി ഒരു കാരണവശാലും മരിക്കില്ല, നിങ്ങളെ സ്നേഹിക്കുന്ന അനേകം ആൾക്കാർ ലോകത്തുണ്ട്, അത് കാരണം നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ഒരു മരണക്കുറിപ്പായിട്ട് നിങ്ങൾ എനിക്ക് അയച്ചതാ, ഇതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ ചാനലിലേക്ക് അത് അയച്ചു തന്നു. എനിക്ക് അയച്ചു തന്നു. ഞാനത് നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് വിട്ടുകൊടുത്തു. വിത്തിൻ 10 മണിക്കൂർ കൊണ്ട് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് പൈസ ക്യാഷായിരുന്നു ആവശ്യം. താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവരെ ഇറക്കാനായിട്ട് വാടക ഉടമസ്ഥരെ ശ്രമിച്ചായിരുന്നു. അവർക്ക് ക്യാഷായിരുന്നു വേണ്ട. ഒരു 50,000 രൂപയുടെ വീടിന് കൊടുക്കണമായിരുന്നു. അപ്പം അതിനുള്ള സെക്യൂരിറ്റി എമൗണ്ടും അതുപോലെ ആ കൊച്ചിന് ചികിത്സിക്കാനായിട്ട് ഫണ്ടുമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. പിന്നെ അവർ കേസ് കളിച്ച് ഒത്തിരി ഈ പേര് പറയുന്നില്ല, കാരണം നമ്പർ ഇട്ട് കൊടുത്തായിരുന്നു. ആ നമ്പറിലാണ് ആൾക്കാർ വിളിച്ച് അന്വേഷിച്ചത്. അങ്ങനെ അവർക്ക് വേണ്ട എമൗണ്ട് കിട്ടി. ആ കൊച്ചിന് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊച്ചിന് ഒത്തിരി ശാരീരികമായ ക്ഷതങ്ങൾ പറ്റിയായിരുന്നു. ഈ കൊച്ചിന് 3-4 ദിവസം മയക്കുമരുന്ന് കൊടുത്തിട്ട് അവിടെ റൂമിൽ താമസിക്കാനായിട്ട്, ആ ബോംബെയിൽ അങ്ങനെ ഒരു 3-4 ദിവസം താമസിക്കാനായിട്ട് ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താണ്. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ആ ചേച്ചിയുടെ മോക്ക് 3-4 ദിവസം അവർ മയക്കുമരുന്ന് കൊടുത്തു. പിന്നെ കൊച്ചു ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു ഓടി. അന്നേരം ഇവർ കൊച്ചിനെ കൊല്ലാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനുശേഷം ആ ചേച്ചി കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. കണ്ടമാനം പൈസ ചേച്ചി നേഴ്സായിട്ട് വരാൻ ആ കിട്ടുന്ന പൈസ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പൈസ മൊത്തം ഈ കൊച്ചിന് കേസിന് ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു. അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ചേച്ചി മരണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി പോകരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഹാപ്പിയാണ്. അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ അവർക്ക് നമുക്ക് അയച്ചു തരുകയും ചെയ്തു. എനിക്ക് നിങ്ങളോടൊക്കെ ഒത്തിരി സ്നേഹമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഉത്സാഹമായിട്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം മനുഷ്യരോട് കുറച്ച് സ്നേഹമുള്ള ആൾക്കാരാണ് കൂടുതലും മീഡിയ രംഗത്തേക്ക് വരുന്നത്. വ്യൂസ് ഉണ്ടാക്കാനോ സബ്സ്ക്രൈബ് ഉണ്ടാക്കാനായിട്ടൊന്നുമല്ല, ഈ നാടിനുള്ള സ്നേഹമാണ്. നമ്മളാലായിട്ട് ഈ ജീവിതകാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമുള്ളൂ. നമ്മളാലായിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യുവാണെങ്കിൽ, ഒരു മോട്ടിവേഷനായിട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഷൈനിയുടെ അച്ഛനോട് സംസാരിക്കാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ബിസിനസ് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ജനങ്ങളോട് സ്വന്തം മോളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പിതാവിന് എന്താണ് ഒരു ചാനലിനോട് പറയാൻ പറ്റുന്നത്? ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ഷൈനയുടെ കാര്യമാണെങ്കിലും ഞാൻ പറയാം. ഷൈനിക്കാണെങ്കിൽ ഈ 2024 ജൂൺ മാസം 12-ാം തീയതിയാണ് ഈ ഷൈനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്.
അതിനു മുമ്പും ഈ ഷൈനിക്ക് ഒത്തിരി പീഡനങ്ങൾ വീട്ടിൽ നേറ്റായിരുന്നു. അത് പ്രകാരം ഷൈനി ഈ തൊടുപുഴ സ്റ്റേഷനിലെ കേസ് കൊടുത്തായിരുന്നു. ഈ കേസ് കൊടുത്തിട്ടൊന്നും ഷൈനിക്ക് ഒരു വിജയം ഷൈനിക്ക് കിട്ടിയില്ല. കാരണം ഒരു പാതിരി എന്ന് പറഞ്ഞ ഒരാൾ കുടുംബത്തിലുണ്ട്, ബോബി എന്ന് പറഞ്ഞ ഒരാൾ. ആ ആൾ കഴുകനെ പോലെ സ്റ്റേഷനിലേക്ക് പറഞ്ഞിറങ്ങിയിട്ട് വേണ്ട രീതിയിലുള്ള ഷൈനി എന്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഒന്നും അല്ലാത്ത രീതിയിൽ സാധാരണ ഒരു സ്ത്രീ കൊടുക്കുന്ന പോലെയാണ്. ഇപ്പം നമുക്കറിയാം, ഈ ബോഡി ഷെയ്മിങ് നടത്തി എന്ന് പറഞ്ഞ ഒരു പരാതിയായിട്ട് ഹണി റോസ് ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പരാതി മാത്രം കൊടുത്തുള്ളൂ. അപ്പോഴത്തേന് ഈ ലോകം മൊത്തം കിടന്ന് വിറച്ചു, ചാല് മൊത്തം വന്നു. ബോബി എന്ന് പറഞ്ഞ ഒരാൾ ഉപകാരം ചെയ്യുന്ന ഒരാളായിരുന്നു. നന്മകൾ മാത്രമേ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. ഒത്തിരി ചാരിറ്റി സംഘടനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബോബിയുടെ ഈ ഇത്രയൊക്കെ സപ്പോർട്ട് ഈ നാടിന് വേണ്ടി ഈ ബോബി ചെമ്മൂൺ എന്ന് പറഞ്ഞ ആൾ നടത്തിയിട്ടും, ഞാൻ ആ വ്യക്തിനെ എടുത്ത് പറയുന്നതല്ല, ആ പുള്ളിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതല്ല, പക്ഷേ ആ പുള്ളിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയില്ല. പക്ഷേ ഈ ഹണി റോസിനെ കൊണ്ട് എന്നാ പ്രയോജനമുള്ളത്? ഈ നാടിന് എന്താ പ്രയോജനമുള്ളത്? ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരോടായിട്ട് പിള്ളേരെല്ലാം വഴിതെറ്റിക്കാനായിട്ട് വിവസ്ത്രമെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം അല്പവസ്ത്രധാരിയായിട്ട് ഇവള് ഏതെങ്കിലും ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ എന്താ കാര്യമുള്ളത്? നോക്കുന്ന ആണുങ്ങളെല്ലാം ഞാൻ പറയുന്നു അവക്കടെ കാമക്കണ്ണുകളോടുകൂടിയാണ് അവളെ കാണാനായിട്ട് ചെല്ലുന്നത്, അല്ലാതെ അവക്കടെ സൗന്ദര്യം കണ്ട് ചെല്ലുന്നതല്ല. ഞാൻ പറഞ്ഞു തന്നെ അതല്ല. ഈ ഷൈനി എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു സ്ത്രീയോട് അത്രയും കരുണ അവിടെ കാണിച്ചപ്പോൾ എന്തുകൊണ്ടൊരു ഹാർഡ് ഫാർമറായ ഷൈനിയോട് കാണിച്ചില്ല എന്നാണ് ഹാർഡ് ഫാർമറുടെ യൂട്യൂബ് ചാനലുകാരന് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്ര ഒരു ബുദ്ധിമുട്ട് ഷൈനി അനുഭവിച്ചിട്ട് പല പ്രാവശ്യം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഈ ഷൈനിയുടെ പരാതി പോലീസ് സ്വീകാര്യമായിട്ട് എടുത്തില്ല, യാതൊരു വിലയും കൊടുത്തില്ല. പക്ഷേ ഉണ്ട്, തീർച്ചയായിട്ടും ഇതിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള അധികാരികൾക്ക് ഇത് മെയിനായിട്ട് പങ്കുണ്ട്. ഇത് നല്ലൊരു CBI അന്വേഷണം വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇടവകയിലെ അച്ഛനെ കുറിച്ച് പറയുകയാണ്. അച്ഛനെ വെച്ചാൽ പ്രായമുള്ള അച്ഛനാണ്. ഇടവകയിൽ അറിഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛന്, അതായത് ഈ ചേരിയിൽ വലിയപറമ്പ് വീട്ടിൽ ബോബി എന്ന് പറഞ്ഞ ഒരു അച്ഛന് നിലവിൽ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി തലക്കാട് വിട്ടുമായിരുന്നു. പെണ്ണിൻ്റെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഉൾക്കൊള്ളാനായിട്ട് ഈ അച്ഛന്മാർ അവർക്ക്, കാരണം അത് വേറെ രീതിയിൽ ആ അച്ഛന്മാർ പറഞ്ഞ് അവൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് ആക്കി വിടുമായിരുന്നു ഈ ബോബി അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് പല അർത്ഥങ്ങളും ഉണ്ടല്ലോ. ഞാൻ പറയുന്നു ഇത്രയും നല്ല മാതൃക എന്ന് പറഞ്ഞൊരു തീർച്ചയായിട്ടും വളരെ ഇങ്ങനൊരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ. എന്താണേലും വളരെ സങ്കടമുണ്ട്. പല ആൾക്കാരും നമ്മളെ വിളിച്ച് പറയാനുണ്ട്, ഈ 14 ദിവസമായി ഈ ഷൈനി കുട്ടികൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് സങ്കടക്കടലുകളാണ്. ആർക്കും ആ വിഷമത്തിൽ നിന്നും കരകയറാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ, ബോബി ഇത്ര നാളെ ഒളിവിലാണ്, പുള്ളി ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അതുകൂടാതെ പാതിരി ഇപ്പം നിലവിൽ ഒളിവിലാണ്. ഇത്ര നാളായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒരു ചാനലുകാർക്കും കൊടുത്തിട്ടില്ല, ഒരു വോയിസ് പോലും ആരും വാട്സപ്പിൽ വിട്ടിട്ടില്ല. അതുകൂടാതെ ഈ സിബി എന്ന് പറഞ്ഞ അനിയൻ, പുള്ളിനെ കുറിച്ചും ആണെങ്കിലും നല്ല നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരൊക്കെ വേറെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ്, ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരല്ലാതെ വളരെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ. ഇവരൊക്കെ വിചാരണ ചെയ്യണം. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ചുങ്കം ഇടവകയിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈ ചുങ്കം പള്ളിയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഈ ഇതിനെ സംബന്ധിച്ച് ഷൈനിക്ക് 3-4 വർഷം മുമ്പും കേസ് കൊടുത്തിട്ട് ഒരു നീതി കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും അവർക്കൊരു നീതി, ഈ ലോകത്തെ വിട്ട് പിരിഞ്ഞു പോയെങ്കിലും അവർക്കൊരു നീതി വേണം. ഇനിയൊരവസ്ഥ ആർക്കും ഉണ്ടാകരുത്. ഒത്തിരി സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.